പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് മലയാളത്തിന്റെ സ്കൈവാച്ചിലേക്ക് സ്വാഗതം. സേതു പറഞ്ഞ പോലെ സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അടുപ്പിച്ച് കുറച്ച് ദിവസമായില്ലേ നല്ല മഴ മാത്രമല്ല നല്ല കാറ്റുണ്ട്. ഇനിയിപ്പോൾ അടുത്ത 5 ദിവസം ഈ പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. 24 മണിക്കൂറിൽ ഏകദേശം 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് സൂചന. ഈ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത ഉള്ളതിനാൽ ഈ 31 വരെ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പാലിക്കേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ടത്. അപ്പോൾ നിലവിൽ ഏതൊക്കെ ജില്ലകളിലാണ് എന്തൊക്കെ അലേർട്ടാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. നിലവിൽ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. 3 ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ്. ഈ കോഴിക്കോട് വയനാട് റെഡ് അലേർട്ടാണ്, ഇടുക്കി ഓറഞ്ച് അലേർട്ടാണ്. ഈ 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണെന്നും കൂടി പറയുകയാണ്. ഇനി അടുത്തത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുമുണ്ട്. അപ്പോൾ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കുക, ജാഗ്രത പാലിക്കുക. അടുത്തതായി അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്കറിയാം. ഈ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വലിയ മഴ എന്ന് പറയുമ്പോൾ ഈ മലവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ മിന്നൽ പ്രളയങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാം. ഈ നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. അപ്പോൾ ഈ ശക്തമായ മഴ മുന്നറിയിപ്പൊക്കെ ഉള്ളതുകൊണ്ട് പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ആ നിർദ്ദേശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക. അതായത് ഈ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. അടുത്തതായി സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ഈ സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ആ ഒരു സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അടുത്തതായി അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഈ മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതാണ്. അടുത്തതായി പറയുന്നത് മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കുക. ഈ റെഡ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംഭവിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ, തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞുവെക്കേണ്ടതുമാണ്. അടുത്തതായി പറയുന്നത് നമുക്കറിയാം മഴയൊക്കെയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നമ്പറിലേക്ക് വിളിക്കണം അല്ലേ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി നമ്മൾ ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 1077 അല്ലെങ്കിൽ 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത്തരം നിർദ്ദേശങ്ങളാണ് അധികൃതർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം മഴക്കാലാണ്, നിരവധി അപകടങ്ങളുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് കേൾക്കുന്നതാണ് ഈ മരച്ചില്ലകളൊക്കെ വാഹനത്തിന് മുകളിൽ വീണു, കെട്ടിടത്തിന് മുകളിൽ വീണ് അപകടം പറ്റി, കെട്ടിടം ഭാഗികമായും പൂർണ്ണമായും തകർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പേടിക്കേണ്ട, പക്ഷേ ചെറിയൊരു ജാഗ്രത പാലിക്കുക. ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി കാണിക്കുക. ഈ അപകടങ്ങൾ മുന്നിൽ കണ്ട് ജാഗ്രത പാലിക്കേണ്ട സന്ദർഭമാണിത്. ഇവിടെ ഓറഞ്ച് അല്ലേ, ഇവിടെ യെല്ലോ അല്ലേ, അങ്ങനെയല്ല. റെഡ് അലേർട്ടിന് സമാനമായ മുൻകരുതലുകൾ ജില്ലയിൽ സ്വീകരിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. നാളെ വീണ്ടും സ്കൈ വാച്ചുമായി കാണാം.